ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രവീൺ, കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രിൻസിപ്പിൾ ഓഫ് വാക്വം ക്ലച്ച്. ഒരു വാക്വം ക്ലച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പലതരം ക്ലച്ചുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ പലതരം ക്ലച്ചുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു ക്ലച്ചാണ് വാക്വം ക്ലച്ച്. വാക്വം എന്ന് പറയുന്നത് ശൂന്യമായ അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലേ. അപ്പോൾ ഈ വാക്വം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ക്ലച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ലേ ഔട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വാക്വം ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്നും റിസർവോയറിലേക്ക് ഒരു നോൺ റിട്ടേൺ വാൽവ് വഴി ഒരു കണക്ഷൻ കാണാൻ സാധിക്കും. ഈ റിസർവോയറിനെ മറ്റൊരു വാക്വം സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഒരു സോളിനോയിഡ് സ്വിച്ചും അതുപോലെ തന്നെ വാൽവിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? എഞ്ചിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്നും ഒരു കണക്ഷൻ റിസർവോയറിലേക്ക് കാണാം. അതിനിടയിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് കാണാൻ സാധിക്കും. നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ഫ്ലോ ഉണ്ടായിരിക്കും. നോൺ റിട്ടേൺ വാൽവാണ്, തിരിച്ചുള്ള ഫ്ലോ സംഭവിക്കില്ല. ഓക്കെ, ഈ റിസർവോയറിൽ നിന്ന് എങ്ങോട്ട് കണക്ഷൻ പോയിട്ടുണ്ട്? ഒരു വാക്വം സിലിണ്ടറിലേക്ക് പോയിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ നമുക്കൊരു വാൽവ് കാണാൻ സാധിക്കും. ഈ വാൽവ് ഒരു സോളിനോയിഡ് സ്വിച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഒരു വാക്വം ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു വാക്വം ക്ലച്ച് വർക്ക് ചെയ്യുന്നത്? സാധാരണയായിട്ട് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളിലാണ് വാക്വം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലച്ചിനെ പ്രവർത്തിപ്പിക്കുന്നത്. എന്തിനായിരിക്കും ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ വാക്വത്തിൻ്റെ ആവശ്യം? അതായത് ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഡ്രൈവർ ക്ലച്ച് പെഡലിന് മുകളിൽ ഒരു എഫേർട്ട് കൊടുക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളിലൊക്കെ വലിയ കോയിൽ സ്പ്രിങ്ങുകളായിരിക്കും സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ കംപ്രസ് ചെയ്യാൻ ഡ്രൈവർക്ക് ഒരുപാട് എഫേർട്ട് ഉപയോഗിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലച്ചുകളെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഡ്രൈവർക്ക് കുറഞ്ഞ രീതിയിൽ ക്ലച്ച് പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ ക്ലച്ച് പ്രവർത്തനരഹിതമാവും അല്ലേ. അപ്പോൾ ഇവിടെ വാക്വം ക്ലച്ച് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒരു ക്ലച്ച് പെഡലിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും എല്ലാം വരുന്നുണ്ട് അല്ലേ. ഇവിടെ കാണാം ഒരു സ്വിച്ച് ഇൻ ദ ഗിയർ ലിവർ. ഈ ഗിയർ ലിവറിന് മുകളിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ട് ഗിയർ ലിവറിന് മുകളിൽ ഡ്രൈവർ കൈവയ്ക്കുന്ന അതേ സമയം ഈ ക്ലച്ച് എന്ത് ചെയ്യും? പ്രവർത്തനരഹിതമാവും. അങ്ങനെയാണ് ഈ ഒരു വാക്വം ക്ലച്ച് ഒരു വാഹനത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിയർ ലിവറിന് മുകളിൽ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. ഡ്രൈവർ എപ്പോഴാണോ ഈ ഗിയർ ലിവറിന് മുകളിലേക്ക് പിടിക്കുന്നത് അതേസമയം ഈ സ്വിച്ച് എന്താവും? ക്ലോസ് ആവും. അതായത് ഇവിടെ കാണുന്ന സ്വിച്ച് ക്ലോസ് ആവും. ഇവിടെ കാണുന്ന സ്വിച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഇതിലൂടെ പാസ്സാവും അല്ലേ. ഇതൊരു സോളിനോയിഡ് ആയതുകൊണ്ട് തന്നെ ഈ സോളിനോയിഡ് എന്താവും? ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ്സാവുമ്പോൾ ഈ സോളിനോയിഡ് എനർജൈസ് ആവും അല്ലേ. ഇതിന് ഉൾഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു പുഷ് റോഡ് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പുഷ് റോഡിനെ ഈ സോളിനോയിഡ് മുകളിലേക്ക് വലിക്കും. എന്ത്? എനർജി അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് വലിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡ്രൈവർ ഗിയർ ലിവറിന് മുകളിൽ കൈവയ്ക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ഇൻ ദ ഗിയർ ലിവർ എന്താവും? ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നും എനർജി ഇതിലൂടെ ട്രാൻസ്മിറ്റ് ആവും അല്ലേ. ബാറ്ററിയുടെ ചാർജ് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ആവും. സോളിനോയിഡിനുള്ളിലൂടെ ചാർജ് പാസ്സാവുമ്പോൾ ഈ ഒരു പുഷ് റോഡിനെ ഇത് മുകളിലേക്ക് വലിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, എൻജിൻ സിലിണ്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. സക്ഷൻ നടക്കുന്നു, കംപ്രഷൻ നടക്കുന്നു, പവർ നടക്കുന്നു, അതുപോലെ തന്നെ എക്സോസ്റ്റ് നടക്കുന്നു. സക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് എൻജിൻ സിലിണ്ടർ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ എയറിനെ എന്ത് ചെയ്യും? അകത്തേക്ക് വലിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡുമായിട്ടാണ് ഇവിടെ ഒരു കണക്ഷൻ വരുന്നത്. അതായത് ഇൻലെറ്റ് മാനിഫോൾഡിൽ വാക്വം വരുന്ന സമയം ഏതാണ്? സക്ഷൻ സ്ട്രോക്കിൻ്റെ അവസ്ഥയിലാണ് ഇൻലെറ്റ് മാനിഫോൾഡിൽ ഒരു വാക്വം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ റിസർവോയറിനകത്തും ആ വാക്വം എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ മെക്കാനിസം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോൺ റിട്ടേൺ വാൽവ് വഴി ഇവിടെ വരുന്ന വാക്വം യാതൊരു കാരണവശാലും എങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചിങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം റിസർവോയറിൽ എപ്പോഴും ഒരു വാക്വം അറ്റൈൻ ചെയ്ത് നിൽക്കും. ഈ വാക്വം എവിടെ വരെ ഉണ്ടായിരിക്കും നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ വാക്വം ആണെങ്കിൽ ഈ വാക്വം എവിടെ വരെ ഉണ്ടായിരിക്കും, ഇവിടെ വരെ ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്, ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഈ വാൽവ് നിൽക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഈ ഭാഗത്ത് എന്തായിരിക്കും, ഈ ഭാഗം അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇവിടെ എല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതായത് വാക്വം സിലിണ്ടറിനകത്തുള്ള പിസ്റ്റണിൻ്റെ രണ്ട് ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറും റിസർവോയറിനകത്ത് വാക്വവും ആയിരിക്കും. അതായത് ഏതാണ് കൂടിയ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും കൂടിയ പ്രഷർ അല്ലേ. ഇത് കുറഞ്ഞ പ്രഷറുമാണ്. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെയാണ് വാക്വം ക്ലച്ചിൻ്റെ അവസ്ഥ. അതായത് ഈ അവസ്ഥയിൽ ഈ ക്ലച്ചിൻ്റെ എൻഗേജ്ഡ് പൊസിഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ക്ലച്ചിൻ്റെ അവസ്ഥ എൻഗേജ് ആയി കിടക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം, ഗിയർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ക്ലച്ചിനെ ഡിസ്എൻഗേജ് ചെയ്യണം. അപ്പോൾ ഗിയർ മാറ്റേണ്ട സാഹചര്യങ്ങളിൽ ഡ്രൈവർ എന്ത് ചെയ്യും, ഗിയർ ലിവറിന് മുകളിൽ കൈവയ്ക്കുന്നു. ഗിയർ ലിവറിന് മുകളിൽ കൈവയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഉള്ള സ്വിച്ച് എന്താവും, ക്ലോസ് ആവും അല്ലേ. ഇവിടെ സ്വിച്ച് ക്ലോസ് ആവുന്നു. ഓക്കെ, ക്ലോസ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഇതിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ബാറ്ററിയിൽ നിന്നും ചാർജ് ഇതിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സോളിനോയിഡ് എനർജൈസ് ആവും. ഈ സോളിനോയിഡ് എനർജൈസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പുഷ് റോഡിനെ ഈ സോളിനോയിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് വലിക്കും. മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ വാൽവിൻ്റെ ഭാഗം മുകളിലേക്ക് പോകും. എവിടെ വരെ എത്തും വാൽവിൻ്റെ ഭാഗം, ഇതാ ഈ പോർഷൻ വരെ വാൽവിൻ്റെ ഭാഗം എത്തും. ഓക്കെ, ഈ പോർഷൻ വരെ വാൽവിൻ്റെ ഭാഗം എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പോർഷൻ വരെ വാൽവിൻ്റെ ഭാഗം എത്തുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ. സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്ന ആ ഒരു വാൽവ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു വഴി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലോസ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന വാക്വം എങ്ങോട്ടൂടെ വരും, ഇതിലൂടെ വന്ന് എവിടേക്ക് ഇവിടെ വരും, ഈ ഭാഗത്തേക്ക് ഇവിടെ വാക്വം വരുന്നു. അപ്പോൾ ഇപ്പോൾ ഏത് ഭാഗത്താണ് പ്രഷർ കൂടുതൽ, വാക്വം സിലിണ്ടറിൻ്റെ കേസിൽ ഈ ഭാഗത്ത് പ്രഷർ കൂടുതലും ഈ ഭാഗത്ത് പ്രഷർ കുറവുമാണ്. കാരണം ഇവിടെ വാക്വമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ, അതായത് ഈ പിസ്റ്റണും ഈ പുഷ് റോഡും അടങ്ങുന്ന ഈ പോർഷൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ആവും. ഇങ്ങോട്ട് മൂവ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്ലച്ച് അവിടെ ഡിസെൻഗേജ് ആവുന്നു. ക്ലച്ച് ആ പോർഷനിൽ ഡിസ്എൻഗേജ് ആവുന്നു. അപ്പോൾ ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ ആ ഡ്രൈവർ എന്ത് ചെയ്തു, ഗിയർ ഷിഫ്റ്റ് ചെയ്തു. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവർ എന്ത് ചെയ്തു, ഗിയർ ലിവറിന് മുകളിൽ നിന്നും കൈയെടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ സ്വിച്ച് വീണ്ടും ഓപ്പൺ ആവുന്നു. ഈ സ്വിച്ച് വീണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള എനർജി അല്ലെങ്കിൽ ഇതിലൂടെയുള്ള ബാറ്ററിയുടെ ചാർജിൻ്റെ സപ്ലൈ എന്താവുന്നു, കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ സോളിനോയിഡ് എനർജൈസ് ആയി നിന്നതായിരുന്നു, സോളിനോയിഡ് എനർജൈസ് ആയത് എന്താവുന്നു, വീണ്ടും എനർജി നഷ്ടമാവുന്നു. അതുകൊണ്ട് തന്നെ ഈ പുഷ് റോഡ് വീണ്ടും താഴേക്ക് മൂവ് ആവുന്നു. പുഷ് റോഡ് താഴേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ എവിടെ വരെ വരും, നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാം പോലെ തന്നെ ആവുന്നു. അതായത് ഈ പുഷ് റോഡ് താഴേക്ക് നീങ്ങി കഴിഞ്ഞാൽ വീണ്ടും പുഷ് റോഡ് ഇവിടെ എത്തുന്നു, ഈ വാൽവ് ഈ ഭാഗത്തും എത്തുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന വാക്വം ഈ പോർഷൻ വരെ എത്തുന്നുള്ളൂ. ഇവിടെ ഈ വെന്റ് കാരണം ഇതിലൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. നേരത്തെ പിസ്റ്റൺ അങ്ങോട്ട് ഈ പിസ്റ്റൺ ഇങ്ങോട്ട് വന്നായിരുന്നു, പിസ്റ്റൺ എങ്ങോട്ട് തന്നെ വരുന്നു, നോർമൽ ഏരിയയിലേക്ക് തന്നെ വരുന്നു. ക്ലച്ച് എന്താവുന്നു, ക്ലച്ച് വീണ്ടും എൻഗേജ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് വാക്വം ക്ലച്ചിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതായത് റിസർവോയറിലുള്ള വാക്വം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്വം സിലിണ്ടറിനകത്തുള്ള പിസ്റ്റണെ ഈ ഭാഗത്തേക്കും മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ നോർമൽ കേസിൽ രണ്ട് ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ഈ ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, ഈ ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, വാക്വം കൊണ്ടുവരണം. ഒരു ഭാഗത്ത് വാക്വം കൊണ്ടുവരണമെങ്കിൽ ഈ പിസ്റ്റണെ
ഈ വാൽവിനെ നമ്മൾ മുകളിലേക്ക് നീക്കണം. മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇതിലൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇങ്ങോട്ട് കയറി ഇവിടെ എന്താ സംഭവിക്കും? ഈ പോർഷൻ ഇങ്ങോട്ട് നീങ്ങും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാക്യൂം ക്ലച്ചിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വാക്യൂം ക്ലച്ചിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്യൂം ക്ലച്ചിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് പഠിക്കണം. അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.